നിങ്ങൾക്കറിയാവുന്നതാണ് ഫ്രാൻസിൽ നടന്ന മതഭീകര ആക്രമണം, അതേപോലെ ജർമ്മനിയിൽ നടന്ന ആക്രമണം, മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നടന്ന ആക്രമണം. അതിനിടയ്ക്ക് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഫ്രാൻസിലെ നോട്ടർഡാം ചർച്ച് കത്തീഡ്രൽ 2017 ഇത് വലിയ തീ വന്നിട്ട് ഉണ്ടായിട്ടത് കത്തി അങ്ങ് പോകുന്നത്. കാരണം ഒരു ഹിസ്റ്റോറിക്കൽ ചർച്ച് തന്നെയായിരുന്നു. അപ്പം അതിൻ്റെ പെട്ടെന്ന് ഇമാനുവൽ മാക്രോൺ ഗവൺമെൻറ് ഇനിഷ്യേറ്റ് എടുത്തിട്ട്, കാരണം ഹിസ്റ്റോറിക്കലാണ് സംഭവം, അത് പെട്ടെന്ന് പണിത് 2024 അതിൻ്റെ ഇനാഗുറൽ ചടങ്ങിൽ ലോകത്തുള്ള പല നേതാക്കളും വന്നു. ഇലക്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നു. ലോകത്തിലെ ഏകദേശം 34 രാജ്യങ്ങളുടെ തലവന്മാരാണ് എത്തിയിരുന്നത്. ഇന്ത്യക്കും ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിക്ക്, പക്ഷേ ഇന്ത്യൻ പ്രതിനിധിയായിട്ട് അവിടെ ആൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പല ഡിസ്കഷനും ചർച്ചയും, അതിനകത്ത് ഒരു ബിഷപ്പ് പറഞ്ഞൊരു സ്പീച്ചുണ്ട്. അതായത് എന്നാണ് ഫ്രാൻസിലും ജർമ്മനിയിലും ഈ പറയുന്ന അവിടെയുള്ള ക്രൈസ്തവരെ അവരുടെ, അതായത് ഫ്രഞ്ച് കൾച്ചറിനെതിരെയും ജർമ്മൻ കൾച്ചറിനെതിരെയും അവിടെ അഭയാർത്ഥികളായിട്ട് വന്ന ആളുകൾ അവരെ അറ്റാക്ക് ചെയ്യാനും ട്രക്കിടിച്ച് കൊല്ലാനും ബോംബ് വെച്ച് കൊല്ലാനും ശ്രമിച്ചപ്പോൾ, അതായത് ഫ്രാൻസിൽ അറിയാൻ നിങ്ങൾക്ക് സാമുവൽ പാറ്റി എന്ന് പറഞ്ഞ ആളുടെ കഴുത്തറുത്ത് കൊന്ന അധ്യാപകൻ്റെ പ്രതിഷേധമൊക്കെ ഉണ്ടായി. ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഫ്രഞ്ചുകാരുടെ അവരുടെ ഒരു സംഭവമുണ്ട്, അവരുടെ ബിലീഫ്സ്. നിങ്ങൾക്ക് മനസ്സിലാണ്, ഫ്രാൻസ് ഏറ്റവും കൂടുതൽ ലോകത്ത് പലതും കോൺട്രിബ്യൂട്ട് ചെയ്ത രാജ്യമാണ്. അതായത് മൂവീസ് പോലും, കോങ്കോഡ്, അങ്ങനെ പലതും ലോകത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് ഫ്രാൻസ്. ബേസിക്കലി ഫ്രഞ്ചുകാരിൽ ഒരു 10% പോലും വിശ്വാസികളല്ല, നിരീശ്വരവാദികളാണ്. അവിടെയാണ് ഇസ്ലാമിക തീവ്രവാദികൾ കയറി അറ്റാക്ക് ചെയ്യുന്നത്. അത് ക്രിസ്തുമസ് അറ്റാക്ക്. അതേപോലെ ജർമ്മൻകാർ ഈ പറയുന്ന പോലെ മതവിശ്വാസികളായിരുന്നില്ല. പേരല്ല, ക്രൈസ്തവ പേരുകളാണെങ്കിൽ ഇവർ പള്ളിയിലൊന്നും പോകുന്നവരൊന്നുമല്ല. പക്ഷെ ഇതേപോലെയുള്ള ഇസ്ലാമിക ഭീകരന്മാർ അവിടെ റെഫ്യൂജി ആയിട്ട് വന്നവരെ അറ്റാക്ക് ചെയ്യാനും അവരുടെ പള്ളിയിൽ പോയി ആളുകളെ കൊല്ലുവാനും ഒക്കെ ശ്രമിച്ചപ്പോൾ അവരുടെ വിശ്വാസം കൂടി. അതായത് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും ഇരട്ടിയായിട്ട്, അതായത് 10%, 25%, 30%, 40% വരെ ആളുകൾ പള്ളിയിൽ പോകാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിനകത്ത് ഒരു ബിഷപ്പ് അന്ന് നടത്തിയ പ്രസംഗത്തിനകത്ത് ഈ മാർപ്പാപ്പയെ ശക്തമായ രീതിയിൽ വിമർശിച്ചു. അതായത് ഈ പറയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയും ഈ ബെനഡിക്റ്റ് മാർപ്പാപ്പയെ അദ്ദേഹം വിമർശിച്ചില്ല. ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഭയങ്കരമായ ഭാഷയിലാണ് വിമർശിച്ചത്. അപ്പം അതിനകത്ത് പറഞ്ഞത്, ഈ ഒരു ആർച്ച് ബിഷപ്പിൻ്റെ തൊട്ട് താഴെയുള്ള ബിഷപ്പാണ് വിമർശിച്ചത്. ഇപ്പം ഈ നോട്ടർഡാമുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം 30ഓളം ആർച്ച് ബിഷപ്പുമാർ പങ്കെടുത്ത ഫംഗ്ഷനാണ് ആ പള്ളിയിൽ നടന്നത്. കാത്തലിക് ചർച്ചാണ്. അപ്പോൾ ആ വിമർശനത്തിൽ പറഞ്ഞത്, മാർപ്പാപ്പ മുഖാന്തരമാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഉണ്ടാകാനുണ്ടായ കാരണം. കാരണം ഇവരോട് ഭയങ്കരമായിട്ട് സോഫ്റ്റ് കോർണർ ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ പേരിൽ അവിടെ, അതായത് ഈ പറയുന്ന രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ പറയുന്ന ക്രൈസ്തവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരിൽ ക്രൈസ്തവ വിശ്വാസം കൂടാനിടയുണ്ടായി. അതൊരു നല്ല ഉപകാരമായിട്ട്, കാരണം പോസിറ്റീവായിട്ട് അത് കാണുന്നത്. കാരണം അങ്ങനെ ഉണ്ടായതിൻ്റെ പേരിൽ എന്തിനു വേണ്ടിയാണ് സമാധാനപ്രിയരായ ജനങ്ങളെ ആക്രമിക്കുന്നത് മറ്റൊരു കമ്മ്യൂണിറ്റി, അഭയാർത്ഥിയായിട്ട് വന്നവർ? അതിൻ്റെ പേരിലാണ് പള്ളിയും പഴയ, ഇപ്പം നിങ്ങൾക്കറിയാം പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ പള്ളികൾ ബാറായിട്ടും നൃത്ത ബാറായിട്ടും ഒക്കെ കൺവേർട്ട് ചെയ്യുന്നു. ആൾക്കാർക്ക് താല്പര്യമില്ല. ഇപ്പോൾ കേരളത്തിൽ നിന്ന് പല അച്ഛന്മാരും അവിടെയുള്ള ഈ ഫ്രഞ്ച് പള്ളികളിലും ജർമ്മൻ പള്ളികളിലും ബ്രിട്ടീഷ് പള്ളികളിലൊക്കെ അവിടുന്ന് പോയിട്ടാണ് അച്ഛന്മാർ, കാരണം അവിടെയുള്ള അച്ഛന്മാർ അവർക്ക് താല്പര്യമില്ല. ഇത് യാഥാർത്ഥ്യമാണ് സംഭവം. അപ്പം അതിനകത്തൊരു മാറ്റമാണ് ഈ അറ്റാക്കോടുകൂടി അവിടെ ഉണ്ടായത്. അതുപോലെ തന്നെ ജർമ്മനിലും ഉണ്ടായി. കാരണം ജർമ്മനിയിലും പിടികിട്ടി അവരെ വെറുതെ കയറി അറ്റാക്ക് ചെയ്യുന്ന അവരുടെ ക്രിസ്ത്യൻ പേരുകളുള്ളതിൻ്റെ പേരിലാണ്. അതായത് അവർ ക്രിസ്തുമസ് ആഘോഷിക്കുക, അവർ ട്രഡീഷണലായിട്ട് ആഘോഷിക്കുന്നതാണ്. ഇതിൻ്റെ പേരിൽ അവരെ ഒരു കാരണവും ഇല്ലാതെ, ഒരു തെറ്റും ചെയ്യാതെ നിഷ്പക്ഷനായിട്ട് ജീവിക്കുന്ന അവരെ കയറി ഒരു വിഭാഗം ആൾക്കാർ അവിടെ മൈഗ്രേറ്റ് ചെയ്ത് പട്ടിണിയായിട്ട് കയറി വന്നവരെ കയറി അറ്റാക്ക് ചെയ്യുന്നു. ഇത് സ്വീഡനിലും ഉണ്ടായി. അതായത് സ്വീഡനിലും വിശ്വാസികളുടെ എണ്ണം കൂടി.
നേരത്തെ എയ്ത്തിസ്റ്റ് ആയിരുന്നു, നിരീശ്വരവാദികളായിരുന്നു. സ്വീഡനിലുണ്ടായി, ഡെൻമാർക്കിലുണ്ടായി, അതായത് അയർലൻഡിലുണ്ടായി, വലിയ മാറ്റം സംഭവിച്ചു. അപ്പോൾ ഈ വലിയ മാറ്റം സംഭവിക്കുമ്പോൾ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവരൊക്കെ ലിബറൽ ചിന്താഗതിക്കാരായിരുന്നു. അതായത് ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി, രണ്ടിടത്ത് ഇലക്ഷൻ നടക്കാൻ പോവുക. ഈ അയർലൻഡ് ആണെങ്കിലും ഡെൻമാർക്ക് ആണെങ്കിലും ഇവിടെയൊക്കെ ലിബറൽ, അതായത് സെക്കുലർ ചിന്താഗതിക്കാരൻ. കാരണം എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യൂ. കാരണം മോഡേണിസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ സോഷ്യലിസ്റ്റ് മനോഭാവം എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുക. പക്ഷെ ഇപ്പോഴുണ്ടാകുന്ന ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ കാരണം, കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും, മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലെ പ്രശ്നം, ഗ്ലോബലി നടക്കുന്ന പ്രശ്നം, കാരണം ഡിജിറ്റൽ ഏജാണ്. ഇപ്പം ഇവരെല്ലാം ഇനി ഉണ്ടാകാൻ പോകുന്ന ഫാർ റൈറ്റ് ആയിരിക്കും. ഫാർ റൈറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. കാരണം ഒരു കാരണം അതിഭയങ്കരമായ കട്ടർ കൺസർവേറ്റീവ് രീതിയാണ് ഈ ഫാർ റൈറ്റ് എന്ന് പറയുന്നത്. ഒരു ശതമാനം പോലും, 1% പോലും ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി എവിടെ കണ്ടാലും എതിർക്കാൻ പറയുന്നവരാണ് ഈ ഫാർ റൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ വലിയ വളർച്ചയാണ് ഇനിയും വരാനുള്ള വർഷങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന. പൊളിറ്റിക്കൽ അനലിസ്റ്റുകൾ പോലും പറയാൻ തുടങ്ങി, ജിയോ പൊളിറ്റിക്സിനെ പറ്റി പറയുന്നവർ. ഇത് ഗ്ലോബൽ പൊളിറ്റിക്സ് മുഴുവനും മാറ്റി എഴുതുന്നതാണ് പറയുന്നത്. കാരണം ഇതേപോലെ അറ്റാക്ക് ഉണ്ടായിട്ട് ഇവരെ അക്സെപ്റ്റ് ചെയ്ത ഒരു ലിബറൽ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പൊളിറ്റിക്സ്. അപ്പോൾ ആ പൊളിറ്റിക്സാണ് വീണ്ടും ഈ രാജ്യങ്ങളിലൊക്കെ അധികാരത്തിൽ വന്നത്. അതിൻ്റെ പേരിൽ ഇവരെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്ത് ആ പറയുന്ന നിലപാടുകളും പോളിസീസും അന്നെടുത്ത പൊളിറ്റിക്കൽ ഡിസിഷനും തെറ്റായിപ്പോയി. കാരണം അവൻ്റെ എല്ലാം ജീവിതത്തെ ഇവർ ബാധിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാൻ പോകുന്ന ഫാർ റൈറ്റ് പൊളിറ്റിക്സ് അത് പലയിടത്തും നമ്മൾ കണ്ടതാണ്. ഡച്ചിൽ അവിടുത്തെ ഇലക്ഷനിൽ ആരാണ് സംഭവം, എന്താണ് പറഞ്ഞത്? ഒരു മദ്രസയും പള്ളിയും ആ രാജ്യത്ത് വെച്ച് പൊറുപ്പിക്കില്ല. ഇത് പരസ്യമായിട്ട് പാർലമെൻറ്റിൽ വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവരെയാണ് അവിടെ എലക്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ ഈ പറയുന്ന ഫാർ റൈറ്റ് ഇതേപോലെയുള്ള അറ്റാക്ക് ഉണ്ടായതിൻ്റെ പേരിൽ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ ശക്തമാകാൻ പോവുകയാണ്. അതാണ് നമ്മൾ ഈ ഡൊണാൾഡ് ട്രംപിനെ കണ്ടിരിക്കുന്നത്. ഫാർ റൈറ്റാണ്. കാരണം അയാൾ ഈ കട്ടറാണ് ഈ സാധനം. ഒരു കാരണവശാലും ഈ എക്സ്ട്രീമിസം, ടെററിസം, ലിബറൽ ചിന്താഗതിയായിട്ട് പോവുകയാണ്. കാരണം അയാൾ ലെഫ്റ്റ് റാഡിക്കൽസ് എന്ന് പറഞ്ഞ് പച്ചത്തെറിയാണ് വിളിക്കുന്നതിന്. ഇതുകൊണ്ടുണ്ടായ അതാണ് പറയുന്നത്, കേരളത്തിലെ പൊട്ടൻ സുഡാപ്പികളെ മനസ്സിലാക്കുക. നിങ്ങളൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുമ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നൊരു വിഭാഗമുണ്ട്. അപ്പം അവരാണ് ഗ്ലോബലായിട്ടുള്ള അവരുടെ പൊളിറ്റിക്സ് തീരുമാനിക്കുന്നത്. കാരണം അവൻ്റെ രാജ്യത്തിൻ്റെ പൊളിറ്റിക്സും അവൻ്റെ രാജ്യത്ത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണ് വരേണ്ടത്, അവരുടെ പോളിസീസ് എങ്ങനെ ആയിരിക്കണം മുന്നോട്ട് പോകുന്നത്, അവരിലുണ്ടാക്കുന്ന മാറ്റം അത് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിനെ പൂർണ്ണമായിട്ടും അങ്ങ് മാറ്റും. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഉണ്ടാകുന്നത്? കാരണം ഈ സിറിയയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ പുതിയ സിറിയൻ റിബൽ ലീഡർ, അതായത് ഇപ്പോൾ താൽക്കാലിക പ്രസിഡൻറ്റിനെ ഏറ്റവും കൂടുതൽ താല്പര്യത്തോട് കാണാൻ പോകുന്നത് ഫാർ റൈറ്റ് പൊളിറ്റീഷ്യൻസാണ്. കാരണം അവരാണ് കാരണം ഏത് രീതിയിലാണ് സിറിയ പോകുന്നത്, അതിനെങ്ങനെ കൺട്രോൾ ചെയ്യണം. മാക്രോണിൻ്റെ മുകളിൽ ശരിക്കും അടി കിട്ടാൻ പോവുകയാണ്. കാരണം അതേപോലെ സ്കോൾസ്, ജർമ്മൻ ചാൻസലർ, രണ്ടുപേരും പെട്ടിരിക്കുകയാണ്. കാരണം വല്ലാത്ത രീതിയിൽ അവിടുത്തെ ജനങ്ങൾ അവരെയൊക്കെ ഭയങ്കരമായിട്ട് എതിർക്കുക. രണ്ടുപേർക്കും ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ് പൊളിറ്റിക്കൽ പാർട്ടിക്ക്. ഇനി അവിടെ ഉണ്ടാകാൻ പോകുന്ന ഫാർ റൈറ്റ് എത്ര ശക്തമാകും എന്നുള്ളതാണ് ചോദ്യം. ഇതോടുകൂടി ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിലും ഈ പറയുന്ന ഈ മത തീവ്രവാദം അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും അതിനെ ഭയങ്കരമായിട്ട് ഇവർ സ്കാൻ ചെയ്യും. അതായത് വരാൻ പോകുന്ന വർഷങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന എവിടൊക്കെ ഇസ്ലാമിക പേരുകൾ വരുന്നു അവിടൊക്കെ കട്ട് ചെയ്യും. ഇത് ഞാൻ പലപ്പോഴും ഈ അമേരിക്കയെ കണ്ടത്. കാരണം ഇത് കേട്ടതോ പല ആൾക്കാരും പറഞ്ഞതോ, കമല ഹാസൻ മുസ്ലിം അൺഡ്രൈവർ വരെ അഴിപ്പിച്ചു. അയാളൊരു പ്രശ്നക്കാരൊന്നുമല്ല. ഷാരൂഖ് ഖാൻ അയാൾ അണ്ടർവെയർ എല്ലാം അഴിപ്പിച്ച് മാറ്റി. പേടിയുണ്ട് ഇതിന് യൂറോപ്യൻ രാജ്യത്തോട്. കാരണം എയർപോർട്ടുകളിൽ മാത്രമല്ല, റോഡിൽ കൂടെ പോകുമ്പോൾ ഇതെല്ലാം അഴിപ്പിച്ച് മാറ്റും, ചെക്ക് ചെയ്യുക, കാരണം സ്കാൻ ചെയ്യുക ഇവനേതാണ് എന്താണ്. ഇത് അമേരിക്ക ഒരു 9/11 ശേഷം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴവർ മറ്റുള്ള രീതിയിൽ ഇൻ്റലിജൻസിലാണ് സ്കാൻ ചെയ്യുന്നത്. ഇനിയിപ്പം യൂറോപ്പിൽ തെരുവിൽ മുഴുവനും ഏത് മുസ്ലിം പേര് കണ്ടാൽ ഇതാണ് കേരളത്തിലെ സുഡാപ്പികളോട് ഞാൻ പറഞ്ഞത്, ഇവർ പൊട്ടന്മാർ. ഗ്ലോബലായിട്ട് ഇന്ന് ചേഞ്ച് ഉണ്ടാകും.
അതോടുകൂടിയാണ് ജനങ്ങൾ പെട്ടുപോകുന്നത്. ഇതിനകത്ത് പാവം പിടിച്ച മുസ്ലിങ്ങളുണ്ട്, എനിക്കറിയാത്ത പലരും. അവരെന്ത് തെറ്റ് ചെയ്യും? അവരെല്ലാം ഇതിനെ എതിർക്കുന്നവരെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. മറ്റൊരു ഭാഗം മിണ്ടാതിരുന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യുക. അവനും തെറ്റുക. കാരണം 9/11 ശേഷം ഗ്ലോബലായിട്ടുള്ള എല്ലാ മുസ്ലിങ്ങളെയും ടെററായിട്ട് സ്റ്റാമ്പ് ചെയ്തു ലോകം മുഴുവനും. പിന്നെയാണ് ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായത്? ഈ പറയുന്ന പേരുള്ളവർക്ക് ലോകത്ത് പല രാജ്യങ്ങളും പോകാൻ പറ്റും. പിന്നെ അത് ഫ്ലെക്സിബിലിറ്റി ആയിട്ട് വീണ്ടും കയറാൻ തുടങ്ങി. ഇനി അതും കൂടെ ഇല്ലാതാകാൻ പോകും. അപ്പം അതാണ് മനസ്സിലാക്കേണ്ട ഒരു സംഭവം. ലോകത്തെ ചില ഭാഗത്തുണ്ടാകുന്ന ചില ഇഷ്യൂസും ഇവൻസും, അതായത് ഞാൻ നേരത്തെ ഈ കോവിഡ് സമയത്ത് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തത് ഈ ചൈനയിലുണ്ടായ സംഭവം ലോകം മുഴുവനും പടരും. അന്ന് എല്ലാവരും എന്നെ തെറി വിളിച്ചു. അതെൻ്റെ ഒരു അസംഷനായിരുന്നു. കാരണം പടരാനുള്ള സാധ്യതയുണ്ട്. കാരണം ചൈനീസ് ലോകം മുഴുവനുമുണ്ട്. ചൈനക്കാർ ലോകം മുഴുവൻ യാത്ര, ലോകം മുഴുവനും വേൾഡിൻ്റെ മാനുഫാക്ചറിങ് ഹബ്ബാണ് ഈ ചൈന. കാരണം വേൾഡിൻ്റെ മാനുഫാക്ചറിങ് ഹബ്ബാണ്, ഇഞ്ചനാണ് ചൈന. ലോക ആൾക്കാരോട് ട്രാവൽ ചെയ്യാറുണ്ട്. ഇത് ലോകത്ത് അന്റാർട്ടിക്ക വരെ പോയി, മനുഷ്യൻ താമസിക്കാത്ത ചെറുത് അവിടെ വരെ ഇത് പോയി. ഇതുണ്ടാകുന്നത് എന്തോ യൂറോപ്പിലുണ്ടായ സംഭവം. ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഇസ്ലാമിക പേരുള്ളവന്, ഇൻക്ലൂഡിങ് സൗദി അറേബ്യ പോലും UAE പോലും, അവനും പോലും നിന്നെ സ്കാൻ ചെയ്യും. കാരണം അവനും നിന്നെ പേടിയായി തുടങ്ങി. കാരണം അതാണ് നിന്റെ തലയ്ക്കകത്ത് വെച്ചിരിക്കുന്നത്. ഇത് പെടുന്ന ആരാ? ഒന്നിലും പെടാത്ത ഇസ്ലാമിക വിശ്വാസികൾ. അവനാണ് ഇത് പെടുന്നത്. അവനാണ് അൾട്ടിമേറ്റ് പ്രൈസ് കൊടുക്കാൻ പോകുന്നത്. അല്ലാതെ സൂഡാപ്പി ഉസ്താദ് എന്ത് പ്രൈസ് കൊടുക്കുക? അവനെന്ത് പോകും? ഒന്നാമതൊരു ബോധമില്ലേ, പിന്നെ സ്വർഗത്തിൽ പോകാനിരിക്കും. അവനെന്ത് നഷ്ടപ്പെട്ടു? അൾട്ടിമേറ്റായിട്ട് ലൂസേഴ്സ് എന്ന് പറയുന്നത് സാധാരണക്കാരനായിട്ട് പൊതുസമൂഹത്തിൽ സിവിൽ സൊസൈറ്റി ജീവിക്കുന്ന ഇസ്ലാമിക പേരുള്ള വിശ്വാസികൾ, അവനെയാണ് അടി കിട്ടുന്നത്. അതാണ് ഈ പറയുന്ന സുഡാപ്പിസവും മതതീവ്രതയും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്.